അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദശകം 86 കേൾക്കാം. ഹരി ഓം. നമ്മൾ നാരായണീയം 85 ദശകമാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 86ാമത്തെ ദശകമാണ് പഠിക്കേണ്ടത്. ഇതിൽ നമുക്ക് ഭാരത യുദ്ധം കാണാം, പിന്നെ ഭഗവത്ഗീത, ഭഗവാൻ അർജുന് ഗീതോപദേശം ചെയ്യുന്നതും ഒക്കെ ഷോർട്ടായിട്ട് മേൽപ്പത്തൂർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ദശകം 86 സാൽവാദിവധവും ഭാരത യുദ്ധവും. സാലോ ഭൈഷ്മീ വിവാഹേ യദുബലവിദിത ചന്ദ്രചൂടാവിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി കുരും ത്വത്പുരീമഭ്യഭാംക്ഷേ പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖിലേതുപടേ നഗ്രഹേതുഗ്രവീര്യം തസ്യാമാദ്യം ദ്യുമന്തം വ്യതിരിച്ച സമര സപ്തവിംശത്യഹാന്ത. ഭൈഷ്മീ വിവാഹേ, അതായത് രുക്മിണി സ്വയംവരത്തിങ്കില് യദുബല വിജിത സാൽവ, യാദവ സൈന്യത്താൽ തോൽപ്പിക്കപ്പെട്ട ആ സാൽവ രാജാവ് ചന്ദ്രചൂടാർ, ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവഭഗവാനാണ്. അപ്പോൾ ചന്ദ്രചൂടാർ സൗഭം വിമാനം വിന്ദൻ, സൗഭം ഒരു വിമാനത്തിൻ്റെ പേരാണ് സൗഭം. ആ സൗഭം നേടിയെടുത്തു, ശിവഭഗവാൻ കൊടുത്തതാണ് സാൽവന്. മായി ത്വയ് കുരുൻ വസതി ത്വത്പുരീം അഭ്യഭാംക്ഷേ, എന്നിട്ട് ഇവൻ ഉണ്ടല്ലോ സാൽവൻ മായാവിയായിട്ട് ഭഗവാന്റെ പുരിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ദ്വാരകയിലേക്ക് ആക്രമിക്കാൻ വരികയാണ്. അപ്പം ആ സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നില്ല അവിടെ. ഭഗവാൻ കുരു ദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം തക്കം നോക്കിയിട്ടാണ് ഈ മായാവിയായിട്ടുള്ള സാൽവൻ ദ്വാരകയിലേക്ക് വരുന്നത്. പ്രദ്യുമ്ന നിഖിലേതു ഭടേ തം നിരുന്ധൻ, പ്രദ്യുമ്നൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നൻ അപ്പോൾ യാദവ സൈന്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട് എതിർത്തു. തസ്യ അമാത്യം ഉഗ്രവീര്യം ദ്യുമന്തം ഞഗ്രഹീത, അപ്പോൾ അവൻ്റെ മന്ത്രിയും ഉഗ്രവീരനുമായിട്ടുള്ള ദ്യുമന്തനെ നിഗ്രഹിച്ചു. സമര സപ്തവിംശത്തി ഹാന്ത വ്യതിരിച്ച, 27 ദിവസം ഈ യുദ്ധം നീണ്ടുനിന്നു. രുക്മിണി സ്വയംവരത്തിൽ വെച്ച് യാദവ സൈന്യത്താൽ തോൽപ്പിക്കപ്പെട്ട ആ സാല രാജാവ് ശിവനെ തപസ് കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് ഈശ്വരങ്ങളിൽ നിന്ന് സൗഭം എന്നൊരു വിമാനം സമ്പാദിച്ചിട്ട് നിൻ തിരുവടി കുരുദേശത്തിൽ താമസിക്കുന്ന കാലത്ത് മായാവിയായി വന്ന് ദ്വാരകയെ ആക്രമിച്ചു. പ്രദ്യുമ്നൻ യാദവ ഭടന്മാരെ മുഴുവനും ചേർത്തിട്ട് അവനെ തടുത്തു നിർത്തി. അവൻ്റെ മന്ത്രിയും പരാക്രമശാലിയുമായ ദ്യുമാനെ വധിച്ചു. യുദ്ധം 27 ദിവസത്തോളം നീണ്ടുനിന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ദശകം പഠിക്കാം. താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേഷം തം നിരുന്ധാ സചകില ഗദയാ ശാന്തമഭ്രംശയത്തെ മായാതാതം യഹിംസേതവിതവ പുരുത തത്വയാവീക്ഷണാർത്ഥം നാട്യാഹുരേതേ തദമവമദം യാസേവന്യഷേദേ. താവത്വം രാമശാലി ത്വരിതം ഉപഗത, അപ്പോഴേക്കും ഭഗവാൻ ബലരാമനെയും കൂട്ടിയിട്ട് അവിടെ വന്നു ചേർന്നു. ഖണ്ഡിത പ്രായ സൈന്യം തം സൗഭേഷം ഞരുന്ധ, ഒരുവിധം സൈന്യങ്ങളൊക്കെ തീർത്തിരിക്കുന്നു പ്രദ്യുമ്നൻ. എന്നിട്ട് ഭഗവാൻ അവിടെ വന്നിട്ട് സൗഭേഷം ഞരുന്ധ, സൗഭേഷനായിട്ട് എതിരിട്ട് മുട്ടി. സത്യഗതയാ തേ ശാന്തം അഭ്രംശയത് കില, അപ്പോൾ അവൻ അവൻ്റെ ഗത കൊണ്ട് ഭഗവാനെ അടിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഗത, അതായത് ആ ഗതയുടെ പേരാണ് ശാന്തം, ഭഗവാന്റെ ചാപം അപ്പോൾ തെറിച്ചു വീണു. അഭിതവ പുരത് മായാതാതം വ്യഹിംസീത, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മായാവി വേഷത്തിൽ ഭഗവാന്റെ അച്ഛനെ അവരുണ്ടാക്കി, വസുദേവരെ അവരുണ്ടാക്കിയിട്ട് അങ്ങോട്ട് വധിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? വസുദേവരെ കൊന്നു എന്നാണ് വിചാരിക്കുന്നത്. തത്വയാ അഭിക്ഷണാർത്ഥം, ഒരു ക്ഷണം, ഒരു നിമിഷം അജ്ഞാനി ഇനി ഏകേ ആഹോ, അജ്ഞാനികൾ പറയുന്ന ഭഗവാനും സംശയിച്ചു എന്നുള്ളതാണ് പറയുന്നത്.
ഇതം അവമതം, എന്നാൽ ഇത് ശരിയല്ല. വ്യാസ ഏവ നിഷേധീത്. അപ്പൊ വ്യാസൻ അതിനെ നിഷേധിച്ചു. ഭഗവാനെ ഒന്ന് മായ ഏൽക്കാനാണ്, അതൊന്നും ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല. അത് വ്യാസൻ അപ്പൊ ആ പറഞ്ഞ വാക്കിനെ നിഷേധിച്ചു. അപ്പോഴേക്കും നീ തിരുവടി ബലരാമനുമായി വന്ന് സൈന്യം മിക്കവാറും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന ആ സൗമേശനോടെ എതിരിട്ടു. അവനും ഗത കൊണ്ട് അവിടുത്തെ ശാപം എന്ന ചാപം തെറിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നു തന്നെ അല്ല, അങ്ങയുടെ മുമ്പാകെ മായ കൊണ്ട് നിർമ്മിച്ച വസുദേവരെ നിഗ്രഹിക്കുകയും ചെയ്തു. അത് അവിടുന്ന് പോലും അല്പനേരത്തേക്ക് അറിയാതെ പോയി എന്ന് ചിലർ പറയുന്നു. അത് ശരിയല്ല. വ്യാസഭഗവാൻ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ശ്ലോകം. ക്ഷിപ്വാ സൗഭം യഥാ ദൂരിതമുദഗനിധോ മംസുതാവേപി ചക്രേണോത്കൃത്യേ ദന്തവക്ര പ്രസവമഭിപതൻ അഭ്യമുഞ്ച ഗദാന്തേ കൗമോദക്യാഹതോ സാവപി സുഹൃതനിധി ചൈര്യവത്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയിതൃത മനസാം മോക്ഷണാർത്ഥോവതാര. സൗഭം ഗദാചൂർണിതം ഉദകനിധോ ക്ഷിപ്വാ. അപ്പൊ ഭഗവാന്റെ ഗത കൊണ്ട് ആ സൗഭം എന്ന വിമാനത്തിനെ ചൂർണമാക്കി, തവിട് പൊടിയാക്കി. സാരേ അഭി ചക്രേണ മംക്ഷു ഉത്കൃത്യേ. അപ്പോൾ ഭഗവാൻ സ്വന്തം സുദർശന ചക്രം കൊണ്ട് സാരുവിനെയും കഴുത്തറുത്തു. ദന്തവക്ര പ്രസവം അഭിപതൻ തേ ഗതാം അഭ്യമുഞ്ച. അപ്പോൾ ദന്തവക്രൻ എന്ത് ചെയ്തു? വേഗം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ മുമ്പിലേക്ക് ചാടി വന്നിട്ട് ഗതായുദ്ധം ചെയ്യണം. സുഹൃതി അസൗ അഭി കൗമോദക്യ ഹത. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവനെ, ഈ ദന്തവക്രനെ, സ്വന്തം കൗമോദകി എന്നാണ് ഭഗവാന്റെ ഗതയുടെ പേര്, അതുകൊണ്ട് അവനെ കൊന്നു. ചൈര്യവർ ഐക്യം പ്രാപ. ചൈര്യവർ എന്ന് പറഞ്ഞ ശിശുപാലൻ ഭഗവാനിൽ ഐക്യം പ്രാപിച്ച പോലെ ഇവനും ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു, അതായത് മോക്ഷപ്രാപ്തി കിട്ടി. ഏഷ അവതാര പൂർവം ത്വയി ദൃഢമനസാം സർവേഷാം മോക്ഷണാർത്ഥ. ഏഷ അവതാരം, ഭഗവാന്റെ അവതാരങ്ങളിലെ മുഖ്യം മുഴുവന് എല്ലാവർക്കും മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. പുണ്യമായിട്ടാണ് ഭഗവാൻ എല്ലാം നല്ലതാണ് ചെയ്യണത്. ശത്രുഭാവത്തിൽ വന്നാലും മിത്രഭാവത്തിൽ വന്നാലും അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും. സദാസമയം ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയാണ് ഫലം. സാഗന്റെ സൗഭമെന്ന വിമാനം ഗത കൊണ്ട് തല്ലിപ്പൊടിച്ച് സമുദ്രത്തിൽ തള്ളിയ ശേഷം വേഗത്തിൽ സാലുനെയും സുദർശനം കൊണ്ട് കഴുത്തറുത്ത് കൊന്നപ്പോൾ ദന്തവക്രൻ പെട്ടെന്ന് ചാടി വീണ അവിടുത്തെ ഗത കൊണ്ട് അടിച്ചു. സുഹൃതനിധിയായ ഇവനും കൗമോദകിയാൽ വധിക്കപ്പെട്ടിട്ട് ശിശുപാലനെ പോലെ ഭഗവാനുമായി കൂടി ചേർന്ന് ലയിച്ചു. ഈ കൃഷ്ണാവതാരം പണ്ട് അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചിരുന്ന ഇവർക്കെല്ലാം തന്നെ മോക്ഷം നൽകുന്നതായിട്ടാണല്ലോ അവിടുന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ ശ്ലോകം. ത്വയ്യായാദേ സജാതേ കില പുരുസദസി ജൂതകേ സംയതായ ക്രന്ദന്യാജ്ഞസേന്യാസ കരുണമഹൃതാ ചേലമാലാം അനന്താം അന്നാന്തപ്രാപ്ത സർവാം സജമുനിജകിത ദ്രൗപദീ ചിന്തിതോത്ഥ പ്രാപ്ത ശാപാനമശ്നൻ മുനിഗണമൃതാ തൃപ്തിമന്ദം വനാന്തേ. അത് ത്വയി ആയാതേ. അനന്തരം നിന്ദരുടെ പോന്നതിനു ശേഷം കുരു സദസി ദാതേ കില ദ്യൂതകേ സംയാതായ ക്രന്ദന്യ യാജ്ഞസേന്യാ ചേലമാലാം. അതായത് ഈ ചൂതുകളിയിലെ പാണ്ഡവരും കൗരവരും തമ്മിൽ ചൂത് കളിക്കുമ്പോൾ പാണ്ഡവർ തോൽക്കുകയാണ്. തോറ്റു കഴിഞ്ഞപ്പോൾ ഈ ദുശാസനൻ പാഞ്ചാലിയെ വലിച്ചഴിച്ച് സദസ്സിൽ കൊണ്ടുവന്നിട്ട് അവളെ ചേല ഊരുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പാഞ്ചാലി ഭഗവാനെ സ്മരിക്കുകയാണ്. ഹേ കമലവാസ കൃഷ്ണ എന്ന് പറഞ്ഞ് വളരെ കരയുകയാണ് അവള്. അപ്പോൾ ത്വം സ കരുണം അനന്താം അഹൃത. അപ്പോൾ കരുണാനിധിയായ ഭഗവാൻ അവൾക്ക് അനന്തം അവസാനമില്ലാത്ത ചേല കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ഭാഗത്തുനിന്ന് ദുശാസനം ഊരിക്കൊണ്ടിരിക്കുക, ഭഗവാൻ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ വസ്ത്രാക്ഷേപം തടുത്തു എന്നുള്ളതാണ്. പിന്നെ ഒരിക്കല് അഥവനാന്തേ അന്നാന്ത പ്രാപ്ത സർവാംശജ മുനിചരിത ദ്രൗപദി ചിന്തിത പ്രാപ്ത. ഒരിക്കലും വനവാസ സമയത്ത് ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ദ്രൗപദി പാത്രമൊക്കെ കഴുകി വെച്ചു കഴിഞ്ഞു. ആ സമയത്ത് അഥവനാന്തേ അന്നാന്ത പ്രാപ്ത സർവാംശജ മുനി
ചകിത ദ്രൗപദി ചിന്തിത പ്രാപ്ത. അപ്പോൾ അവിടെ സർവാംശിത മുനി എന്ന് പറഞ്ഞെങ്കിൽ ദുർവാസാവും മുനിമാരും കൂടി വരികയാണ്. എന്നിട്ട് അന്നം കഴിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ പോകും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞോലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് അപ്പോഴും ദ്രൗപദി ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്താ ഉണ്ടായത്? ശാപാനം അശ്നൻ മുനിഗണം കൃത്യമന്തം അകൃഥ. അപ്പോൾ ഭഗവാൻ ആ പാത്രത്തിൽ നോക്കി നോക്കുമ്പോൾ ഒരു ലേശം ചീര കിട്ടി. ചീര കൂട്ടാൻ്റെ ഒരു അംശം കിട്ടി. ഭഗവാൻ അത് ഭുജിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഫലം ഉണ്ടായത്? ആ ദുർവാസാവിനും മുനിമാർക്കും ഒക്കെ ഭക്ഷണം കഴിച്ച ഒരു പ്രതീതിയാണ് തോന്നിയത്. അവർക്ക് പിന്നെ ഒട്ടും കഴിക്കാനേ പറ്റില്ല എന്നുള്ള അവസ്ഥയാക്കി തീർത്തു. അനന്തരം നിൻ തിരുവടി പോന്നതിന് ശേഷം കൗരവസഭയിലുണ്ടായ കള്ളച്ചൂതിന് പേരിൽ വലിച്ചിഴക്കപ്പെട്ട് നിലവിളിക്കുന്ന പാഞ്ചാലിയുടെ ഉടുവസ്ത്രം അവിടുന്ന് കാരുണ്യം മൂലം അവസാനിക്കാത്തതാക്കി ചെയ്തു. പിന്നീട് ഒരിക്കൽ കാട്ടിൽ വെച്ച് പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞതിനാൽ അക്ഷയപാത്രത്തിൽ ചോറൊടുങ്ങിയപ്പോൾ എത്തിച്ചേർന്ന ദുർവാസാവിൻ്റെ ശാപം ഭയന്ന് പാഞ്ചാലി വിചാരിച്ചപ്പോൾ പ്രത്യക്ഷനായി. ചീരക്കറി ഭക്ഷിച്ച് ദുർവാസാവിനെയും ശിഷ്യഗണത്തെയും തൃപ്തിപ്പെടുത്തി. ഇനി 5ാമത്തെ ശ്ലോകം. യുദ്ധോദ്യോഗേത മന്ത്രേ വിളതി സരിവൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്ത സൈന്യ കരിപുരമധമോ യുജ്യകൃ പാണ്ഡവാർത്ഥം ഭീഷ്മ ദ്രോണാദിമാനി തവ ഖലു വചനേ ധിക്രതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസസിപുരിം ക്ഷോഭയിത്വാഗതോ ഭോ. അത് യുദ്ധോദ്യോഗേ മന്ത്രേ മെഴുതി സരി. പിന്നീട് ഭാരതയുദ്ധ ആരംഭത്തിൽ മന്ത്രാലോചന നടക്കുമ്പോൾ ഫൽഗുനേന ത്വം ഏക വൃത കൗരവ്യേ ദത്ത സൈന്യ പാണ്ഡവാർത്ഥം ദ്യൂത്യകൃ കരിപുരം അഗമ ഫൽഗുനേന ത്വം ഏക വൃത കൗരവ്യേ ദത്ത സൈന്യ. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ പാണ്ഡവരുടെ സൈഡിൽ നിന്നിട്ട് അർജുനൻ പറഞ്ഞു ഞങ്ങൾക്ക് ഭഗവാനെ മാത്രം കിട്ടിയാൽ മതി എന്ന്. പക്ഷേ കൗരവരാവട്ടെ എന്താ പറഞ്ഞത്? ഭഗവാനെ വേണ്ട, സൈന്യങ്ങൾ മുഴുവൻ തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. പാണ്ഡവാർത്ഥം ദൂത്യകൃ കരിപുരം അഗമ. അപ്പോൾ എങ്ങനെയെങ്കിലും ഭഗവാന് ഈ യുദ്ധം ഇല്ലാണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ദൂതനായിട്ട് കൗരവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഭീഷ്മ ദ്രോണാദിമാനെ ഖലു തവ വചനേ കൗരവേണ ധികൃതേ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭീഷ്മരും ദ്രോണരും ഒക്കെ ഭഗവാന്റെ വാക്കിനെ മാനിച്ചു. എന്നാൽ ഈ ദുര്യോധനനാവട്ടെ ധിക്കരിക്കുകയാണ് ചെയ്തത്. മുനി സദസി വിശ്വരൂപം വ്യാവൃണ്ണൻ പുരിയും ശോഭയിത്വ ആഗത അഭൂ. അപ്പോൾ ഈ മുനി സദസ്സിൽ വെച്ചിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. അത് കഴിഞ്ഞിട്ട് ആ പുരിയൊക്കെ വിറപ്പിച്ച് അങ്ങനെ ഭഗവാൻ ശോഭിച്ചിട്ട് അവിടുന്ന് പോരുകയാണ്. പിന്നീട് ഭാരതയുദ്ധ ആരംഭത്തിൽ മന്ത്രാലോചന നടക്കുമ്പോൾ അർജുനൻ അങ്ങേ ഒരാളെ മാത്രം വരിച്ചു. നീ തിരുവടി ദുര്യോധന സൈന്യം മുഴുവനും കൊടുത്തു. പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂത് പറയുവാൻ ഹസ്തിനപുരത്തിൽ പോയി. അവിടെ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയ ആചാര്യന്മാരും ബഹുമാനിച്ച നീ തിരുവടിയെ വാക്ക് ദുര്യോധനൻ ധിക്കരിച്ചു കളഞ്ഞപ്പോൾ മഹർഷിമാർ കാണെ വിശ്വരൂപം തെളിച്ച് കാണിച്ച് അരമന കുലുക്കി അവിടുന്ന് തിരിച്ചു പോന്നു. ഇനി 6ാമത്തെ ശ്ലോകം. ജിഷ്ണോസം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഖാലേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയവാത്മാ കോ വധ്യ കോത്രഹന്ത തദിവധവിയം പ്രോച്യമയി അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതേ പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ കൃഷ്ണ, ത്വം ഖലു ജിഷ്ണു സുത. ഭഗവാൻ തന്നെ ജിഷ്ണു പറഞ്ഞാൽ അർജുനന്റെ തേരാളിയായി. സമരമുഖേ വീരം തം ബന്ധുഖാദേ ദയാലും ഖിന്നം വീക്ഷ്യ. അപ്പോൾ സമരമുഖത്ത് വെച്ചിട്ട്, അതായത് യുദ്ധകളത്തിൽ വെച്ചിട്ട് ഈ അർജുനെ ഭഗവാൻ കാണുകയാണ്. വളരെ ഖിന്നനായിട്ട് ദുഃഖിതനായിട്ട് കാണുകയാണ്. ഈ സഖേ ഇതൊക്കെയും, അല്ലയോ സുഹൃത്തെ, ഇതെന്താണ്?
ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്, അല്ലയോ സുഹൃത്തെ, ഇത് എന്താണ്? അയം ആത്മാ നിത്യ ഏക. ഈ ആത്മാവ് നാശമില്ലാത്തതും ഏകനും ആണ്. അഥവധ്യ ക ഹന്ത ക. ആത്മാവിനെ കൊല്ലാനും സാധിക്കില്ല, കൊല്ലുന്നവനുമില്ല, കൊല്ലാനും പറ്റില്ല. അതായത് എന്താണ് ഗീതോപദേശം? തദ്ഇഹ വധമിയം പ്രോച്യ. ഈ കൊല്ലുന്ന കാര്യങ്ങളെയൊക്കെ നീ മറന്നു പോയേക്ക്. മൈ അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചര. എന്നിൽ ആത്മാവിനെ, മനസ്സിനെ അർപ്പിച്ചിട്ട് യുദ്ധധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്താലും. ഇതി ഉക്ത്വ വിശ്വരൂപം ദശയൻ പ്രകൃതിയും അനയഥ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അവന് പണ്ടത്തെമാര് വളരെ വീരപരാക്രമിയാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. ഭഗവാനെ കൃഷ്ണ, നീ ത്വരടിയാകട്ടെ. അർജുനന്റെ ചേരാളിയായി യുദ്ധാരംഭത്തിൽ വീരനായ അവനെ ബന്ധുക്കളെ കൊല്ലുന്നതിൽ ദയമൂലം ദുഃഖിനായി കണ്ടിട്ട്, ഏ സ്നേഹിത, ഇതെന്താണ്? ഈ ആത്മാവ് നാശമില്ലാത്തവനും ഏകനും ആകുന്നു. അപ്പോൾ വധിക്കുന്നവനും ആരാണ്? അതിനാൽ ഇപ്പോൾ ഹിംസ എന്ന ഭയം കൈവിട്ടിട്ട് എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ക്ഷത്രിയധർമ്മമായി യുദ്ധം ചെയ്താലും എന്നുപദേശിച്ച് വിശ്വരൂപം കാണിച്ചിട്ട് സമാധാനിപ്പിച്ച് മുൻനിരയിൽ ആക്കി. ഇനി 7ാമത്തെ ശ്ലോകം. ഭക്തോത്തം ഭീഷ്മേ തവ ധരണിഭരക്ഷേപ കൃത്യൈകസാക്തേ നിത്യം നിത്യം വിവിന്ദത്യവനി ഭൃതയുധം പ്രാതസാലേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജാതരിവരം ധാര്യൻ ക്രോധശാലീ വാധാവൻ പ്രാഞ്ജലിം തം നതശിരസമഥോ വീക്ഷ്യമോദാദപാഗ. അത ഭക്തോത്തംസേ ഭീഷ്മേ. അഥ അനന്തരം ഭക്തോത്തമനായ ഭീഷ്മര് തവ ധരണിപരക്ഷേപ കൃത്യൈ, അതായത് ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിത്യം നിത്യം അമനികൃത യുദ്ധം വിമതന്റെ കുറേ സൈന്യങ്ങളെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർത്ഥേജ പ്രാപ്തേ സാധേ. അപ്പോൾ പാർത്ഥൻ, അതായത് അർജുനൻ വളരെ ക്ഷീണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാൻ കാണുകയാണ്. ത്വം നിശസ്ത്രത്വ പ്രതിജ്ഞാം വിജഹത് അരിവരം ധാര്യൻ. ഭഗവാൻ പറഞ്ഞിരുന്നു, യുദ്ധത്തിൽ ഭഗവാൻ ആ യുദ്ധം എടുക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നിട്ടും കൂടി അർജുനന്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം സുദർശന ചക്രം എടുത്തിട്ട് ഓടി ചെല്ലുകയാണ്. ക്രോധശാലി എവ ആധാവൻ. അപ്പോൾ ക്രോധത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭീഷ്മരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അധോ പ്രാഞ്ജലി നത് ശിരസം തം വീക്ഷ്യ. അപ്പോൾ എന്താ ചെയ്തത്? ഭീഷ്മരൻ വേഗം ശിരസ് പൊനിച്ചിട്ട് കയ്യോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് അങ്ങോട്ട് നിന്നു. മോദാത് അപാക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷമായിട്ട് ഭഗവാൻ തിരിച്ചു പോന്നു. അനന്തരം ഭക്തശിരോമണിയായ ഭീഷ്മര് ഭൂമിഭാരം തീർക്കുക എന്ന ഇന്ദിരയുടെ കടമ തന്നെ താല്പര്യത്തോടെ ചെയ്യുന്നവനായിട്ട് ദിവസം തോറും 10,000കണക്കിന് രാജാക്കന്മാരെ വധിക്കുന്നതായിരിക്കുമ്പോൾ അർജുനൻ പോലും തളർന്ന സമയം അവിടുന്ന് ആയുധം എടുക്കില്ല എന്ന് സത്യം കൈവെടിഞ്ഞിട്ട് ചക്രവും എടുത്തുകൊണ്ട് കോപിച്ചവരെ പോലെ ഓടിച്ചെന്നപ്പോൾ തൊഴുകയ്യുമായി തല കുനിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെ, അതായത് ഭീഷ്മരെ നോക്കി സന്തുഷ്ടനായി മടങ്ങിപ്പോരുകയും ചെയ്തു. ഇനി 8ാമത്തെ ശ്ലോകം. യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം വക്ഷസ്യാദക്തചക്രസ്തജിതരിമഃ പ്രാതയ സിന്ധുരാജം നാവാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലേ തത്രേ തത്രാപി പാർത്ഥം കിമിവ നൈ ഭവാൻ പാണ്ഡവാനാമകാശേ. ദ്രോണസ്യ യുദ്ധേ, അതായത് ദ്രോണ യുദ്ധത്തില് ഹസ്തി സ്ഥിരരണ ഭഗദത്ത തേരിതം. ഭഗദത്തൻ. അപ്പോൾ ഈ ദ്രോണര് യുദ്ധം ചെയ്യാൻ വരികയാണ്. അപ്പോൾ ആരെക്കുറിച്ച് ഭഗദത്തനാണ് കയറി ഇരുന്നിട്ട് യുദ്ധം ചെയ്യുന്നത്. വൈഷ്ണവാസ്ത്രം പക്ഷസി ആദറ്റ്. അപ്പോൾ അവിടുന്ന് വൈഷ്ണവാസ്ത്രം അയച്ചു അർജുനന്റെ നേരെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അത് മാറുകൊണ്ട് തടഞ്ഞു. ചക്രസ്ഥ ഇര
രവി മഹാസിന്ധുരാജം പ്രാർത്ഥയത്. എന്നിട്ട് സ്വന്തം സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ച് സന്ധിയാക്കിയിട്ട് സിന്ധുരാജാവിനെ, അതായത് ജലദ്രഥനെ വധിച്ചു. നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ തത്ര അവേ. നാഗാസ്ത്രേ അപ്പൊ കർണമുക്തേ, കർണന് വിട്ടിട്ടുള്ള നാഗാസ്ത്രം. ക്ഷിതിം അവനമയൻ തത്ര അവേ. അപ്പോൾ ഭൂമിയെ താഴ്ത്തി ഭഗവാൻ എന്താ ഭഗവാനല്ലേ തേരോടിക്കണം, ആ തേരിനെ ഭഗവാൻ അങ്ങോട്ട് ഭൂമിയെ താഴ്ത്തിയിട്ട് അങ്ങോട്ട് താണു. അപ്പോൾ എന്ത് ചെയ്തു? ആ നാഗാസ്ത്രം പാർത്ഥം കേവലം കൃത്തമൗലിയും തത്ര. പാർത്ഥം അർജുനന്റെ കിരീടത്തിന്റെ മുകളിൽ തട്ടിയിട്ട് അത് പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അർജുനെ കൊല്ലാനൊന്നും പറ്റിയില്ല. ഭവാൻ പാണ്ഡവാനാം കിമിവ ന ആകാശേ. ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് എന്തെന്തു ചെയ്തില്ല? ദ്രോണയുദ്ധത്തില് ആനപ്പുറത്ത് ഉറച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ഭഗദത്തനയച്ച നാരായണാസ്ത്രം തന്റെ മാറിടത്തിന് അലങ്കാരമാക്കി മാറുകൊണ്ട് തടുത്തു. സുദർശന ചക്രത്താൽ സൂര്യ തേജസ് മറച്ചു പിടിച്ച് സന്ധിയെ നിർമ്മിച്ച് ജയദ്രഥനെ വകവരുത്തി. കർണൻ അർജുനന്റെ നേരെ നാഗാസ്ത്രം അയച്ചപ്പോൾ ഭൂമിയെ താഴ്ത്തി ആ സന്ദർഭത്തിലും കിരീടം മാത്രം മുറിക്കപ്പെട്ടവനായി അർജുനനെ രക്ഷിച്ചു. ഇങ്ങനെ അവിടുന്ന് പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് വെറും സൂതനായിരുന്നിട്ടും എന്തെന്തു തന്നെ ചെയ്തില്ല. ഇനി 9ാമത്തെ ശ്ലോകം. യുദ്ധാദോ തീർത്ഥഗാമി സഖലു ഫലധരോ നൈമിഷക്ഷേത്രവൃച്ഛൻ അപ്രത്യുത്ഥായ സൂതക്ഷേത്രസുതം തൽപരേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബൽവലം പർവണി പരിതളയൻ സ്നാതതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധന രണമശമം ഈശ്വരാദ പുരേന്തേ. സഖലു ഹലധര. ഹലായുധനായ, അതായത് ഹലം എന്ന് പറയുന്നത് കലപ്പയാണ് ബലരാമന്റെ ആയുധം. അപ്പോൾ ആ ബലരാമനാണ് വെച്ചാൽ യുദ്ധാദോ തീർത്ഥഗാമി, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തീർത്ഥാടനത്തിന് പോയി. നൈമിഷക്ഷേത്രം വൃക്ഷൻ, എന്നിട്ട് നൈമിഷക്ഷേത്രത്തിൽ പോയപ്പോൾ അപ്രത്യുത്ഥായ സൂതക്ഷേത്രത. അപ്പോൾ അവിടെ സൂതൻ ഇരുന്നിട്ട് പിന്നെ പുരാണം വായിച്ചു കേൾപ്പിക്കലായിരുന്ന അവിടെ. അപ്പോൾ ആ സൂതനെ അങ്ങോട്ട് വധിച്ചു. എന്തിനാ വധിച്ച? സൂതൻ ബലരാമനെ കണ്ടപ്പോൾ വന്നിച്ചില്ല. അപ്പോൾ ബലരാമന് ദേഷ്യം വന്നിട്ട് ആ സൂതനെ അങ്ങോട്ട് വധിച്ചു. അത് കൽപ്പതേ സുതം കൽപ്പയിത്വ. എന്നിട്ട് ആ സൂതന്റെ സ്ഥാനം ആ സൂതന്റെ പുത്രന് നൽകി. പർവണി യജ്ഞഘ്നം ബൽവലം പരിതളയൻ. പർവണി വാവ് തോറും യാഗം മുടക്കാൻ വരുന്ന ആ ബൽവനാണ് അവൻ്റെ പേര്. ബൽവലനെ മുടിച്ചിട്ട് സ്നാനതീർത്ഥം, എന്നിട്ട് ഭഗവാൻ ബലരാമൻ തീർത്ഥാടനം തീർത്ഥത്തിൽ സ്നാനം ചെയ്തു. രണാന്തേ സംപ്രാപ്ത, എന്നിട്ട് ഈ ഭാരതയുദ്ധം കഴിയാൻ സമയത്ത് അവിടെ വരികയാണ്. ഭീമ ദുര്യോധന രണം അശമം വീക്ഷ്യ. അപ്പോൾ അവിടെ വന്ന് കാണുമ്പോൾ ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ ബലരാമന് അത്രയും വേണ്ടപ്പെട്ടവരാ. അപ്പോൾ ബലരാമൻ അവിടെ നിന്നില്ല. തേ പുരിയും യാത. അപ്പോൾ ഭഗവാന്റെ ദ്വാരകാപുരിയിലേക്ക് അങ്ങോട്ട് പോയി ബലരാമൻ. സഖലു ഹലധര യുദ്ധാദോ തീർത്ഥഗാമി. ഹലായുധനായ ബലരാമനാകട്ടെ യുദ്ധാരംഭത്തിൽ തീർത്ഥാടനത്തിന് പോയിട്ട് നൈമിഷക്ഷേത്രത്തിൽ എത്തിയപ്പോൾ എഴുന്നേറ്റ് ആദരിക്കാത്ത സൂതനെ കൊന്നിട്ട് അയാളുടെ സ്ഥാനത്ത് അയാളുടെ മകനെ പുരാണ പാരായണത്തിന് നിശ്ചയിച്ചിട്ട് വാവുതോറും യാഗം മുടക്കുവാൻ വരുന്ന ബൽവരനെ മുടിച്ചിട്ട് പിന്നെയും തീർത്ഥാടനം ആടി നടന്ന് ഭാരത യുദ്ധാവസാനത്തിൽ കുരുക്ഷേത്രത്തിൽ എത്തി. ഭീമനും ദുര്യോധനുമായുണ്ടായ ദ്വന്ദ്വയുദ്ധം ശമിപ്പിക്കാൻ ആവില്ലെന്ന് കണ്ട് അവിടുന്ന് നിൻതിരുവടി പുരിയിലേക്ക് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. ഇനി 10ാമത്തെ ശ്ലോകം. സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതീയം ദ്രൗണിമേത്യോത്യ തന്മുഗ്ധം ഭ്രാമമസ്ത്രം സമഹൃത വിജയോ മൗര്യരത്നം ചജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരവിതവിശരി ഉത്തരാഗർഭമാത്രേ രക്ഷൻ അങ്കുഷ്ടമാത്ര കില ജഡരമകാ ചക്രപാണേ വിഭോത്വം. സംസുപ്ത ദ്രൗപദേയ ക്ഷപണഹതീയം ദ്രൗണിയും ഏത്യ. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കണ പാഞ്ചാലിയുടെ പുത്രന്മാരെ ഒക്കെ അശ്വത്ഥാമാവ് അങ്ങ് കൊന്നു, പാണ്ഡവരെ ഉന്മൂലനാശനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. തന്മുക്തം ഭ്രാമവസ്ത്രം
തദുക്ത്യാ വിജയ സമഹൃത മൗലിരത്നം ജഗ്രേച്ച. ബ്രഹ്മാസ്ത്രാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അർജുനൻ അത് തടുത്തിട്ട് അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ചിട്ട് ശിരോരത്നം മൗര്യരത്നം പറിച്ചെടുത്തു. പുനരവി പാണ്ഡവാനാം ഉച്ചിത്തെ അസ്ത്രേ ഉത്തരാഗർഭം വിശദി. പിന്നെ അസ്ത്ര അയച്ചിട്ട് ഉത്തര ഗർഭിണിയായിരുന്നു. ആ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, ത്വം അങ്കുഷ്ടമാത്ര തള്ളവിരലിന്റെ വലുപ്പത്തില് ചക്രപാണി രക്ഷൻ ജഠരം അഗാഹില. അപ്പൊ ഈ ഉത്തരയുടെ ശരീരത്തിലെ ഗർഭത്തിൽ പ്രവേശിച്ചിട്ട് സ്വന്തം സുദർശൻ ചക്രം കൊണ്ട് ആ ഗർഭരക്ഷ ചെയ്യാണ്. കുട്ടിയെ കൊല്ലാൻ സാധിച്ചില്ല, ഗർഭരക്ഷ ചെയ്തു ആ ചക്രം, സുദർശന ചക്രം കൊണ്ട്. ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരെ കൊന്നുകളഞ്ഞ ദുർബുദ്ധിയായ അശ്വത്ഥാമാവിനോട് എതിർത്ത് അയാളയച്ച ബ്രഹ്മാസ്ത്രം അവിടുന്ന് പറഞ്ഞതനുസരിച്ച് അർജുനൻ മടക്കിയെടുത്തു. അയാളുടെ ശിരോരത്നം പറിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ടും പിന്നെയും പാണ്ഡവന്മാരുടെ വംശനാശത്തിലായി അസ്ത്രം ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് പെരുവിരലിന്റെ വലുപ്പത്തിൽ ചക്രവും കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഉത്തരയുടെ വയറ്റിൽ പ്രവേശിച്ചുവല്ലോ. ഇനി 11ാമത്തെ ശ്ലോകം. ധർമ്മൗഖം ധർമ്മസൂനോ അഭിതദകിരം ചന്ദ്രമൃത്യുസ്യ ഭീഷ്മ ത്വാം പശ്യൻ ഭക്തിഭൂമ്നൈവ ഹി സപതിയോ നിഷ്കള ബ്രഹ്മഭൂയം സംയാജാഥാശമേധേ ത്രിവിരതിമഹിതേ ധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപരേ പാഹി മാം സർവരോഗാത്. ഛന്ദമൃത്യു സ ഭീഷ്മ. സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർക്ക്. അപ്പോൾ ശരശയ്യയിൽ കിടക്കുകയാണ് ഭീഷ്മര്. മൃത്യും എപ്പോഴാ തൻ്റെ മരണം കാത്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഭീഷ്മർ എപ്പോഴാ ആഗ്രഹിക്കണമെച്ചാൽ അപ്പം മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. ധർമ്മസൂനോ അഖിലം ധർമ്മൗഖം അഭിതത്ത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരയായിട്ട് അവിടെ വരികയാണ്. ധർമ്മപുത്രരെയും കൊണ്ട് അവിടെ വരികയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. അപ്പോൾ ഭീഷ്മര് ഈ യുധിഷ്ഠിരന് ധർമ്മ ഉപദേശം കൊടുക്കുകയാണ്. ത്വാം പശ്യൻ ഭക്തി കൂമ്ന ഏവഹി സപതി നിഷ്കല ബ്രഹ്മഭൂയം യയൗ. അപ്പോൾ ഈ ധർമ്മോപദേശം ചെയ്തതിന് ശേഷം ഈ ഭീഷ്മര് ഭഗവാനെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ദേഹത്യാഗം ചെയ്തു, മോക്ഷപ്രാപ്തി നേടി എന്നുള്ളതാണ്. അത് പൂർണ്ണകാമം ധർമ്മജം. പൂർണ്ണകാമം ചെയ്തിട്ടുള്ള എല്ലാം പൂർണ്ണകാമനായി ആര്? യുധിഷ്ഠിര ധർമ്മജര്. അതിമഹിതൈ ത്രിഭി അശ്വമേധൈ സംയാജ്യ. മഹത്തായ 3 അശ്വമേധയാഗം ചെയ്തു. ദ്വാരകാം സംപ്രാപ്തത്വം ഹേ പവനപുരപതി മാം സർവരോഗാത് പാഹി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ സകല രോഗങ്ങളും മാറ്റി തരേണമേ എന്ന് ഭട്ടതിരി ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നതാണ്. സ്വച്ഛന്ത മൃത്യുവായ ആ ഭീഷ്മര് ധർമ്മപുത്രൻ ധർമ്മസമൂഹം മുഴുവൻ ഉപദേശിച്ചു കൊടുത്ത ശേഷം അങ്ങേ തന്നെ നേരിൽ കണ്ട് നോക്കിക്കൊണ്ട് ഭക്തിയുടെ ആധിക്യം കൊണ്ട് തന്നെ കേവലമായ ബ്രഹ്മഭാവത്തെ ക്ഷണത്തിൽ പ്രാപിച്ചു. അനന്തരം പൂർണ്ണകാമനായ യുധിഷ്ഠിരനെ കൊണ്ട് അത്യധികം ശ്രേഷ്ഠങ്ങളായ 3 അശ്വമേധയാഗങ്ങളെ ചെയ്യിച്ച് സന്തുഷ്ടനാക്കിയിട്ട് ദ്വാരകയിൽ തിരിച്ചെഴുന്നള്ളിയ അവിടുന്ന്, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ഇനി നമുക്ക് ശ്ലോകങ്ങളൊക്കെ ഒന്നിച്ചു വായിക്കാം. ദശകം 86 സ്വാലാദിവധവും ഭാരതയുദ്ധവും. സാലോ ഭഷ്മീ വിവാഹേ യദുബല വിജിത ചന്ദ്രചൂടാദിമാനം വിന്ദൻ സൗമം സമായേ സ്വൈവസതി കുരും ത്വപുരേമപ്യഭാഗേ പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖിലേതുപടേ നഗരേതുഗ്രവേര്യം തസ്യാമാത്യന്ത്യുമന്തം വ്യതിനിസു സമര സപ്തവിംശത്യാന്ത താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേഷം തം നിരുന്ധാസതി കില ഗരയാ ശാന്തമാ
ഭ്രംശയത്തെ മായാതാതമ്യഭിംസേതവിതമൃത തത്വയാ വീക്ഷണാർത്ഥം നാജ്ഞായീത്യാപുരേകേ തദിതമവമതം യാസേവന്യശേരേ ക്ഷിത്വാ സൗഭം തദാ സൂര്യമുദകനിധോ മനുസാരേപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്ര പ്രസവമപി പതന്നഭ്യമുഞ്ജഗദാബ്ദേ കൗമോദത്യാഹതോ സാവിസുതനിധി ചൈര്യവ പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയിതമനസാം മോഷണാർത്ഥോവതാര ത്വയ്യായാദേത ജാതേ കില പുതു സദസി ഉദകേ സംയതായ പ്രന്ദന്യായജ്ഞസീന്യാസകർണമൃത ചേരമാന അനന്താം അന്നാന്തപ്രാപ്ത സർവാംശ മുനിചകിത ദ്രൗപദീ ചിന്തിതോത്ഥ പ്രാപ്ത ശാകാനമശ്നൻ മുനിഗണമരുതാ തൃപ്തിമന്തം വനാന്തേ യുദ്ധോദ്യോഗേഥ മന്ത്രേ മിലതി സനിവൃത കൽപുനേന ത്വമേജ കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദുർജഗൃപാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാഭിമാനി തവ ഖലു വചനെ ചികൃതേ കൗരവേണ യാവൃന്നൻ വിശ്വരൂപം മുനിസദസി പുരിം ശോഭയിത്വാ ഗതോപോ ജിഷ്ണോസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഖാചേതിരാലും ഖിന്നം ത്വം വീക്ഷ വീരം കിമിതമയി സഖേ നിത്യേകോയമാത്മാ को वत्य कोत्र हन्ता तदिहवदवीयं प्रोचमयि अर्प्यदात्मा धर्म्यं युद्धं चरेति प्रतिमन यथा दर्शयन्विश्वरूपं भक्तो त्वं चेत भीष्मे तव धरणि भरक्षेम कृत्यैकशक्ते नित्यं नित्यं विभिन्दत्यवनिवृतयुगं प्रातसादे च पार्थे निःशस्त्रत्वप्रतिज्ञां विदहदरिवरं धारयन् क्रोधशाली वाधावन् प्राजलिं तं नतशिरसमथा भीष्मोदादपागा युद्धे द्रोणस्य हस्ते स्थिरेण भगदत्तेरिदं वैष्णवास्त्रं वक्षस्यादत्तचक्रस्तनिजलविमः प्रातय सिन्धुराजम् वक्षस्यादत्तचक्रस्तनिजलविमः प्रातय सिन्धुराजं नागास्त्रे कर्णमुक्ते क्षितिमानमयन् केवलं कृत्तमौले तत्रे तत्रापि पार्थं किमिव नै भवान् पाण्डवानामकाशे युद्धादो तीर्थगानि सकलु फलतरो नैमिषक्षेत्रमृच्छन् अप्रत्युत्थाय सूदक्षेत्रदातसुतं तत्पदे कल्पयित्वा यज्ञक्रं बल्द्वलं पर्वणि परिदलयन् नादतीर्थोरणान्ते सम्प्राप्तो भीमदुर्योधनरणमशमं वीक्षयाद पुरीं ते संसुप्त द्रौपदेय श्रवणहृदयं द्रौणिमेत्य तदोक्त्या तन्मुक्तं भ्राममस्त्रं समृद विजयो मौलिरत्नान्तदाह्रे उच्छित्ये पाण्डवानां पुनर्वृत विशति उत्तरागर्भमस्त्रे रक्षन्नङ्गुष्ठमात्र किल जडरमगाचक्रपाणि भूतम् धर्मौखं धर्मसूनो अपि तदखिलं छन्दमृत्युश्च भीष्म त्वा पश्यन् भक्तिपुंनैव हि सपदीययो निष्कलब्रह्मभूयं संव्याजाता समेधे त्रिभिरधिमहिते धर्मजं पूर्णकामं सम्प्राप्तो द्वारकां त्वं पवनपुरपदे पाहि मां सर्वरोगात् श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇനി അടുത്ത ദശകം 87 കുചേല വൃത്തം. അത് നമുക്ക് ഇനി അടുത്തൊരു ദിവസം പഠിക്കാം. ഹരിയോ തത്സത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അടുത്ത വായനയായിട്ട് ഞങ്ങൾ വരണവരയ്ക്കും എല്ലാവർക്കും ബൈ.